അതായത് ഈ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഇതെന്താണ്, ഇതാണ് ടി എസ് ഡയഗ്രാം. ഇതാണ് ടി എസ് ഡയഗ്രാം. അപ്പം അതായത് ഇതിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിൽ ടി എസ് ഡയഗ്രാം. ഓക്കെ. അപ്പൊ ഇതിൽ നമുക്ക് ഇതിൽ ബോയിലറിൽ നിന്ന് വരുന്നത് എന്ത് ചെയ്യുന്നു, ഹീറ്റ് സൂപ്പർ ഹീറ്റഡ് ആണ്. അപ്പോൾ ഇത് 1 to 2 ആണ് ടർബൈൻ. ഓക്കെ. ഈ ടർബൈന് വരുന്ന വെളിയിൽ, അതായത് നമ്മളിപ്പോൾ ബോയിലർ പഠിച്ച് നേരെ ബോയിലറിൽ നിന്ന് നേരെ എന്താണ് ടർബൈനിലോട്ട് വരുന്നു. ടർബൈനിൽ നമുക്ക് എന്താണ് പവർ കൊടുത്ത ശേഷം ഈ സ്റ്റീം വെളിയിൽ വരുന്നു. ഈ സ്റ്റീം എന്ന് പറഞ്ഞാൽ എന്താണ്, ഹീറ്റഡ് സ്റ്റീമാണ്, ചൂടുള്ള സ്റ്റീമാണ്, ശരിയല്ലേ? അപ്പൊ ഹീറ്റഡ് സ്റ്റീം നമ്മൾ ചൂടുവെള്ളവും തണുത്ത വെള്ളവും കൂടെ അടുപ്പത്ത് വെച്ച് ഏറ്റവും പെട്ടെന്ന് ചൂടാണ് ഏതാണ്? ചൂടുവെള്ളം. അപ്പൊ ഇവിടെ നിന്ന് ചൂടായിട്ട് വരുന്ന സ്റ്റീമിനെ നമ്മൾ വീണ്ടും ഒരു പ്രഷർ ടർബൈൻ, ലോ പ്രഷർ ടർബൈനിൽ ഇടുന്നു. ഇത് ഹൈ പ്രഷർ ടർബൈനാണ്, അപ്പൊ ഇത് പെട്ടെന്ന് നമുക്ക് ചൂടാക്കാം. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹീറ്റ് സപ്ലൈ ചെയ്ത് ഹീറ്റ് ചെയ്ത ശേഷം വീണ്ടും ഒരു പവർ പ്രൊഡ്യൂസ് ചെയ്ത ശേഷം അതിനുശേഷം എന്ത് ചെയ്യുന്നു, ആ സ്റ്റീമിനെ നമ്മൾ കണ്ടൻസറിൽ കൊണ്ടുപോയി തണുപ്പിച്ച് വാട്ടറാക്കി മാറ്റുന്നു. വാട്ടറാക്കി മാറ്റിയ ശേഷം അത് പമ്പ് വഴി നമ്മൾ എന്ത് കൊടുക്കുന്നു, ബോയിലറിലോട്ട് വീണ്ടും സപ്ലൈ ചെയ്യുന്നു. ഇതാണ് ഇവിടെ നടക്കുന്ന റീഹീറ്റ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇതാണ് റീഹീറ്റ് സൈക്കിളിന്റെ സ്കെമാറ്റിക് ഡയഗ്രാം. റീഹീറ്റ് സൈക്കിൾ. ഓക്കെ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ രണ്ടിൽ വന്ന ശേഷം വീണ്ടും എന്ത് ചെയ്യുന്നു, ഹീറ്റ് ചെയ്ത ശേഷം എന്ത് ചെയ്യുന്നു, വീണ്ടും 3 വരുന്നു, 3 വരെ ഹീറ്റ് ചെയ്ത് 4ലോട്ട് വരുന്നു. അപ്പോൾ ഇത് ഹൈ പ്രഷർ ടർബൈൻ ആണ്, ഇവിടെ ലോ പ്രഷർ ടർബൈൻ ആണ്. 2 ടർബൈനിൽ ഹീറ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നേരെ ഇതിലോട്ട് 5ലോട്ട് വരുന്നു, കണ്ടൻസറിൽ വന്ന് നേരെ ബോയിലറിലോട്ട് പോകും. ഇതാണ് നമ്മുടെ ടി എസ് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ സ്വാഭാവികമായിട്ടും എന്ത് ചോദ്യം വരും, വാട്ട് ഈസ് ദ എഫിഷ്യൻസി ഓഫ് ദ സൈക്കിൾ? എഫിഷ്യൻസി ഓഫ് ദ സൈക്കിൾ ഈസ് നത്തിങ് ബട്ട് നേരത്തെ ഉള്ളത് ഡബ്ല്യു നെറ്റ് ബൈ ഹീറ്റ് സപ്ലൈഡ്. അപ്പൊ എന്താണ് ഈ ഡബ്ല്യു നെറ്റ്? ഡബ്ല്യു ടർബൈൻ മൈനസ് ഡബ്ല്യു പമ്പ് ബൈ ഹീറ്റ് സപ്ലൈഡ്. അപ്പൊ എവിടെയൊക്കെയാണ് പമ്പ് ഉള്ളത്? ഇവിടെയാണ് പമ്പ് ഉള്ളത്. 2 ടർബൈൻ ഉണ്ട്, 2 ഹീറ്റ് സപ്ലൈ ഉണ്ട്. ഡബ്ല്യു ടർബൈൻ്റെ ഫോമിൽ എന്താണ്, H1 മൈനസ് H2 ഹൈ പ്രഷർ ടർബൈനും പ്ലസ് H3 മൈനസ് H3 മൈനസ് H4 അടുത്ത രണ്ടാമത്തെ ടർബൈൻ. ഇതിൽ എന്ത് കുറയ്ക്കുന്നു, പമ്പ് വർക്ക് കുറയ്ക്കുന്നു. H6 മൈനസ് H5 ഹോൾ ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈഡ്. ഹീറ്റ് സപ്ലൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബോയിലറിലാണ്. ബോയിലർ H1 മൈനസ് H6 പ്ലസ് വീണ്ടും താഴോട്ട് വരുന്ന ഒന്നുകൂടെ ഹീറ്റ് സപ്ലൈ ചെയ്യുന്നു. അപ്പം വീണ്ടും H3 മൈനസ് H2. ഇതാണ് നമ്മുടെ എന്താണ് എഫിഷ്യൻസി ഓഫ് ദ സൈക്കിൾ. ക്ലിയർ ആണോ? അപ്പൊ ഇതിൽ നമ്മുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കാനുള്ള H1, H2, H3, H4, H5, H6 ഇത്രയും കണ്ടുപിടിക്കണം. മനസ്സിലായ ഈ പാട്ട്? ഈ ടർബൈൻ ഇടയിൽ വേറെ ഹീറ്റ് ചെയ്യേണ്ട സെറ്റപ്പും കൂടി ഉണ്ടല്ലേ? എന്താണ്? ടർബൈന്റെ ഇടയിൽ വേറൊരു ഹീറ്റിംഗ് സെറ്റപ്പ് കൂടെ വരുന്നുണ്ടല്ലേ? വരുന്നുണ്ട്. അതാണ് റീഹീറ്റ് സൈക്കിൾ. ദിസ് ഇസ് നോൺ ആസ് റീഹീറ്റ് സൈക്കിൾ. ഓക്കെ. അപ്പൊ ഇതിന്റെ പ്രോബ്ലം ആണ് നമ്മൾ പഠിക്കാൻ പോണത്. അപ്പൊ ഇതിന്റെ പി വി ഡയഗ്രാം, ഇതിന്റെ ടി എസ് ഡയഗ്രാം പഠിക്കുക, ഇതിന്റെ സ്കെമാറ്റിക് ഡയഗ്രാം പഠിക്കുക, പ്ലസ് ഇതിന്റെ പ്രോബ്ലം കൂടെ പഠിക്കുക. ഓക്കെ. അപ്പൊ ഇതിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതാണ് പ്രോബ്ലം. ആദ്യം നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്, ക്വസ്റ്റ്യൻ സ്റ്റീം പവർ പ്ലാന്റ് ഓൺ ഐഡിയൽ റീഹീറ്റ് റാങ്കൈൻ സൈക്കിൾ. ദ സ്റ്റീം എൻറ്റേഴ്സ് ഹൈ പ്രഷർ ടർബൈൻ ആയിട്ട് P1 ഈക്വൽ എത്രയാണ്, 30 bar. അതിന്റെ T1 ഈക്വൽ എത്രയാണ്, 350 ഡിഗ്രി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും H1 ഉം S1 ഉം കണ്ടുപിടിക്കണം. H1 എന്ന് പറഞ്ഞാൽ സൂപ്പർ ഹീറ്റഡ് സ്റ്റീം ടേബിളിൽ പോവുക, H1 ഉം S1 ഉം കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് സ്റ്റെപ്പ് 1. ഓക്കെ. സ്റ്റെപ്പ് 2ൽ നമ്മൾ എന്ത് ചെയ്യുന്നു, S1 S2 കൊടുക്കുന്നു. എൻട്രോപ്പി ഈസ് കോൺസ്റ്റന്റ് ബിക്കോസ് എന്താണ്, ഇതാണ് ടി എസ് ഡയഗ്രാം. അപ്പൊ ഇതിൽ നമ്മൾ ഇത് വരുന്ന 1 to 2, ഇത് ടി എസ് ഡയഗ്രാം ആണ്. അപ്പോൾ ഈ 1 to 2 കോൺസ്റ്റന്റ് ആണ്. പിന്നെ നേരെ ഇങ്ങോട്ട് പോകുന്നു 3 to 4 കോൺസ്റ്റന്റ് ആണ്. എന്നിട്ട് നേരെ 5ലോട്ട് പോകുന്നു, 6ലോട്ടും പോകുന്നു, പമ്പ് വഴി ബോയിലറിലോട്ട് പോകുന്നു. അപ്പൊ S1 S2 ചെയ്യുക. അപ്പൊ S2ന്റെ ഫോമുല എന്താണ്, SF2 പ്ലസ് X2 ഇൻറ്റു SFG2 ആണ്. അപ്പൊ അതിൽ നമുക്ക് എന്ത് കിട്ടും, X2 കിട്ടും. കാര്യം SF2 ഉം SFG2 P2 5 ബാറിന് നേരെയുള്ള സ്റ്റീം ടേബിളിൽ പോയി കണ്ടുപിടിക്കണം. എന്നിട്ട് എന്താണ് H2 കണ്ടുപിടിക്കുക. H2 എന്താണ് ഫോമുല, HF2 പ്ലസ് X2 ഇൻറ്റു HFG2. അപ്പൊ അതിൽ പോയിട്ട് X2ന്റെ വാല്യൂ കണ്ടുപിടിക്കുക. P2ന് കറസ്പോണ്ടിങ് ആയിട്ട് HF2 ഉം HFG2 സ്റ്റീം ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കണം. അപ്പൊ H2 കിട്ടി, മൂന്നാമത്തെ സ്റ്റെപ്പ്. അപ്പൊ H2 കിട്ടിയേ. സ്റ്റെപ്പ് 3ൽ നോക്കുക, ശ്രദ്ധിച്ചോണം. P3 ഈസ് ഈക്വൽ ടു, അതായത് P3 ഈസ് ഈക്വൽ ടു P2 ഉം P3 ഈക്വൽ ആണ് ഇവിടെ. അപ്പൊ നമ്മുടെ പ്രഷേഴ്സ് ഏതൊക്കെയാണ്, P1 നിന്ന് P2 ഓക്കെ, P2 ഉം P3 ഈക്വൽ ആണ്. P4ന്റെ ഫോമുല, കണ്ടൻസർ പ്രഷറിന്റെ ഫോമുല 0.075 bar ആണ്.
ഓക്കെ. അപ്പം നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇതിൽ നമ്മൾ P2 P3 ഈക്വൽ ആയതുകൊണ്ട് നമ്മൾ ഇത് വേണ്ട. നമുക്ക് നേരെ P3 ഈസികൾ എത്രയാണ്? P3 ഈസികൾ P2 ആണ്. P3 ഈസികൾ എത്രയാണ്? 5 ബാർ. അതിന്റെ ടെമ്പറേച്ചർ എത്രയാണ്? റീഹീറ്റ് സൈക്കിളിന്റെ ടെമ്പറേച്ചർ അഗെയിൻ 350 ആണ്. അപ്പൊ P2 P3 5 ബാറും T3 350 കറസ്പോണ്ടിങ് ആയിട്ട് അഗെയിൻ സൂപ്പർ ഹീറ്റഡ് സ്റ്റീമിലെ ഉള്ളപ്പോൾ H3യും S3യും കണ്ടുപിടിക്കുക. നേരത്തെ ആദ്യം ചെയ്ത സ്റ്റെപ്പ് പോലെ തന്നെ. ഓക്കെ. ഇനി അടുത്ത സ്റ്റെപ്പ് 4ലോട്ട് വീണ്ടും പോവുക. റിപ്പീറ്റ് സ്റ്റെപ്പ്. S3 ഈസ് ഈക്വൽ ടു S4. TS ഡയഗ്രം നോക്കുമ്പോൾ അറിയാം S3 ഈസ് ഈക്വൽ ടു എന്താണ്? S4 ആണ്. ഓക്കെ. S3 ഈസ് ഈക്വൽ ടു S4 ആയതുകൊണ്ട് S4 ഈസ് ഈക്വൽ എന്താണ് ഫോർമുല? SF4 പ്ലസ് X4 ഇൻറ്റു SFG4 ആണ്. ഓക്കെ. ഇതിൽ SF4ഉം SFG4ഉം കണ്ടൻസർ പ്രഷർ അറിയാം 0.075 ബാർ. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്റ്റീം ടേബിളിൽ പോയിട്ട് ഇതിന്റെ വാല്യൂസ് അങ്ങ് എടുത്തേക്കുക. S3 S4 ഈക്വൽ ആയതുകൊണ്ട് അതെടുത്ത് ഇവിടെ എഴുതുക. അപ്പൊ അൺനോൺ ഏതാണ്? X4. അപ്പൊ X4 കിട്ടും. ഇനി H4 എങ്ങനെ ഉണ്ട്? H4 ഈക്വൽ എന്താണ്? HF4 പ്ലസ് X4 ഇൻറ്റു HFG4. അപ്പൊ X4 ഇവിടെ കൊടുക്കും. HF4ഉം HFG4 എവിടെ നിന്ന് എടുക്കും? 0.075 ബാറിന് നേരെയുള്ള കണ്ടൻസർ പ്രഷറിന് ഭാരമുള്ള സ്റ്റീം ടേബിളിൽ പോയിട്ട് നമ്മൾ എടുക്കും. അപ്പൊ അങ്ങനെ H4ഉം കിട്ടും. ഇനി H5 എന്തായിരിക്കും? H5 എന്ന് പറഞ്ഞാൽ കണ്ടൻസർ പ്രഷറാണ്. എത്രയാണ് കണ്ടൻസർ പ്രഷർ? നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ H4 എന്ന് പറഞ്ഞാൽ HF3 ആണ്. അപ്പൊ H5 ഇവിടെ എന്തിനു വരും? ഹലോ ഹലോ. H5 എന്തായിരിക്കും? H4. ഫ്ലൂയിഡ് ആണ്. HF4 ആയിരിക്കും. ഓക്കെ. H5 H4. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? H1 കിട്ടി, H2 കിട്ടി, H3 കിട്ടി, H4 കിട്ടി, H5 കിട്ടി. ഇനി H6 നോക്കാം. H6ന് ഒരു ഫോർമുല ഉണ്ട്. പമ്പ് വർക്കിന്റെ ഫോർമുല എന്താണ്? H6 മൈനസ് H5 ഇസ് ഈക്വൽ ടു V5 ഇൻറ്റു P6 മൈനസ് P5. ഇത് കാണാൻ പഠിക്കാം. ഇൻറ്റു 100. 100 എന്ന് പറഞ്ഞാൽ കിലോ ന്യൂട്ടനെ ഇതാക്കി മാറ്റാനായിട്ടാണ്. ഓക്കെ. കിലോ ന്യൂട്ടനാക്കി ഇൻറ്റു 100 കൊണ്ട് മൾട്ടിപ്ലൈ. ബാറിനെ കിലോ ന്യൂട്ടനാക്കി മാറ്റാം. ഇത് ബാറിലാണ് കിടക്കുന്ന പ്രശ്നം. അപ്പൊ H6 മൈനസ് H5 ഈക്വൽ V5ന്റെ എന്താണ്? V5 എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞ പോലെ എന്താണ്? ഫ്ലൂയിഡ് ആണ്, കണ്ടൻസർ ആണ്. അപ്പൊ VF5 ഈക്വൽ VF4. അപ്പൊ ക്വസ്റ്റ്യനിൽ പോയിട്ട് VF4 പ്രഷർ P4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റീം ടേബിളിൽ പോയി V4 കണ്ടുപിടിക്കുക. ദെൻ P6ന്റെ ബാറിൽ തന്നെ ഇടുക. P6 ഈക്വൽ എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചു P6 ഈക്വൽ ടു P1 ആണ്. P3 ഈക്വൽ ടു P2 ആണ്. അതേപോലെ P4 ഈക്വൽ ടു എന്താണ്? P5 ആണ്. അപ്പൊ ഇതിൽ P6 ഈക്വൽ എന്താണ്? P1. P5 ഈക്വൽ എന്താണ്? P4 ഇടുക. ഇൻറ്റു 100 ഇടുക. അപ്പൊ ഇത് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്, ഇത് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. H5 ആൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ ഇതിൽ എന്ത് കിട്ടും? H6 കിട്ടും. അപ്പൊ എല്ലാം കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യുക? ലാസ്റ്റ് ആ ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഏത് ഇക്വേഷനിൽ? നമ്മുടെ റീഹീറ്റ് സൈക്കിളിന്റെ ഇക്വേഷനിൽ ഇതെവിടെ. അപ്പൊ ഈ ഇക്വേഷനിൽ കൊണ്ട് റീഹീറ്റ് സൈക്കിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആയിട്ടുള്ള ആൻസർ കിട്ടും. ഇത്രയേ ഉള്ളൂ.